അപ്പോൾ നമുക്കറിയാം എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇത്രത്തോളം വിവാദമായ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാ രീതിയിലും ഒരു സിനിമയെ എങ്ങനെ എത്രത്തോളം അടിച്ചമർത്താൻ പറ്റുമോ അത്രത്തോളം അടിച്ചമർത്തിയിരിക്കുകയാണ് പല നേതാക്കളും. അതായത് എടുത്തു പറയേണ്ടത് BJP എന്ന് പറഞ്ഞൊരു സംഘടന അല്ലെ, സംഘപരിവാർ. അവരെത്രത്തോളം ഒരു സിനിമയെ നിലനിൽപ്പിന് തന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റുമോ അത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സിനിമയെ അവർ കൊന്നുകളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അത് ഉറപ്പായിട്ടും. കാര്യം ഒരു സിനിമയുടെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആ സിനിമ എടുക്കുന്നതിന് തന്നെ ചിലപ്പോൾ ഒരു നല്ലൊരു കാലതാമസം ഉണ്ടാവും. ചിലപ്പോൾ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ശേഷമായിരിക്കും ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേരല്ല, ഒരു വലിയ ടീം തന്നെ ഉണ്ടാവും. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നടന്മാരല്ലാതെ അവർ അഭിനയിക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ അന്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമയെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എമ്പുരാൻ മാത്രമല്ല, നമ്മുടെ മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. സെൻസർ ബോർഡിൻ അത് വയലൻസിന്റെ എതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ എമ്പുരാൻ സിനിമയിലാണെങ്കിൽ യാഥാർത്ഥ്യമാണ് ശരിക്കും കാണിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ അതിനെ എതിർക്കേണ്ട ആവശ്യം? അതായത് ഇപ്പൊ എമ്പുരാനിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെങ്കിൽ അതിൽ പിന്നെ എതിർക്കേണ്ട കാര്യം എന്താണ്? ഈ കാണുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു ആ കലാപം, അതായത് ആ സമയത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലിങ്ങനെ ചൊടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതൊരു കലയാണ്, ഒരു സിനിമയാണ്, ആസ്വാദനത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു സംഭവമാണ്. അതിനെ ആ രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റാത്തവർ എന്തിനാണ് തിയേറ്ററിൽ പോയിട്ട് ഇത് കണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരു കലയായിട്ട് കാണുക, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണുക. അതായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന് പറ്റുന്ന ഒരു തെറ്റാണ് നമ്മുടെ സിനിമയ്ക്ക് ഇപ്പോൾ സെൻസർ ബോർഡിന് എടുത്ത് ഇപ്പൊ 18 വെട്ടെന്നുള്ള രീതിക്കാണ് വന്നേക്കുന്നത്. 3 മിനിറ്റോളം വരുന്നൊരു ഭാഗങ്ങൾ വെട്ടി കുറച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ കാണാത്തവരെ സംബന്ധിച്ച് ഈ 3 മിനിറ്റ് ഭാഗങ്ങൾ അതൊരു നഷ്ടമായിരിക്കും. കാര്യം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഗുജറാത്ത് കലാപം എന്നുള്ള ഒരു കലാപത്തെയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വിമർശിച്ചിരിക്കുന്നത്. ആ ഒരു ഇതിനെതിരായിട്ടാണ് രാഷ്ട്രീയക്കാർ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കലാപം നടന്നതാണെന്നുള്ളത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ ഇതിനെ ചൊല്ലി ഒരിക്കലും ഒരു സിനിമയെ കൊന്നുകളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് പല രീതിയിലും ഭയപ്പെടും. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത് പോലെ കേരളത്തിലും ഇപ്പോൾ ഒരു ഭീഷണി അത് സംബന്ധിച്ച് കുറേ പേര് പേടിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സിനിമ തന്നെ ഇല്ലാതാക്കി പലതിനെയും കൊന്നുകളയുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഒരു സിനിമയെ കൊല്ലാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഭീഷണി മുഴക്കി എല്ലാവരും പേടിക്കുന്നു. ഇപ്പോൾ മോഹൻലാൽ അടക്കം ഖേദപ്രകടനം നടത്തി കഴിഞ്ഞു. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ആരാധകരോട് കാണിക്കുന്ന ഒരു ബഹുമാനത്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ്. തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു പോസിറ്റീവ് എന്നുള്ള രീതിക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി എന്നുള്ള സ്വരമാണെങ്കിൽ കൂടി വന്നിരിക്കുന്നത്. കാര്യം അത് നീക്കം ചെയ്യണം എന്നുള്ള രീതിക്ക്. അപ്പോൾ അതിന്റെ ഒരു റെസ്പെക്ട് കാണിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ആളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ആ ഒരു ടീമിന് വേണ്ടിയിട്ടെന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എടുക്കാൻ പറ്റും. നെഗറ്റീവ് എടുക്കുന്നവർക്ക് അതിനെ വേറെ രീതിക്ക് കൊണ്ടുപോകാം. അതായത് ഇപ്പൊ മോഹൻലാൽ ഒരു രീതിയിൽ പറയുമ്പോൾ മോഹൻലാൽ എന്തിനാണ് ഇങ്ങനെ മാപ്പ് പറയേണ്ട ആവശ്യം എന്താണ്? അതിന്റെ കാര്യമുണ്ടോ? കാരണം എത്രത്തോളം ഫാൻസ് ഇതിനെ, ഈ ആരാധകർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരിക്കലും ഇതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സിനിമ വേണ്ടാന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയുടെ ഒരു പാർട്ട് നീക്കം ചെയ്യണമെന്നോ ആരും തന്നെ ഉന്നയിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ സിനിമ ടിക്കറ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഫില്ലായിരിക്കും. അതെ, കാര്യം ടിക്കറ്റ് കിട്ടാനില്ല. ഇപ്പൊ ഒന്നാമത്തെ കാര്യം സിനിമയുടെ ഈ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആൾക്കാർ കിട്ടുന്ന എവിടെയാണോ അവിടെ പോയി ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ടിൽ എന്നുള്ള രീതിക്ക് സീറ്റ് എടുക്കുക. കഴിഞ്ഞ സമയത്ത് തന്നെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആപ്പിൽ കംപ്ലീറ്റഡ് ആയിട്ട് അത് 2 ലക്ഷം കവിഞ്ഞു ഇന്നലത്തോടെ തന്നെ. അതായത് ഇങ്ങനെ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം അത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. കേരളം മുഴുവനും അത്രയും വെയിറ്റ് ചെയ്തൊരു സിനിമയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ഒരു നല്ല കളക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ മിടുക്കാണ് ആ സിനിമ. കാരണം മോഹൻലാലിനെ പോലെ ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ ലൂസിഫറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഒരു താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവത്തിലായിരുന്നു ഏറ്റവും പീക്കിലേക്ക് പൃഥ്വിരാജ് എന്നൊരു സംവിധായകൻ ലാലേട്ടനെ കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് ഈ ലൂസിഫറിലും കഴിഞ്ഞ് ഇപ്പോൾ എമ്പുരാനിലും നമുക്കത് മനസ്സിലാക്കാൻ പോവുമായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ അതിനോട് തന്നെ അനുബന്ധിച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു സംവിധായകനെയോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ച പല ആൾക്കാരെയും ബഹുമാനിക്കുന്നതിന് പകരം ആ സിനിമയെ തന്നെ
സിനിമയെ അപ്പാടെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് പല നേതാക്കളും BJP-യുടെ ആണെങ്കിലും അത്തരത്തിൽ ഉന്നയിച്ച പല വ്യക്തികളും ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിമർശിക്കുന്ന സ്ഥാനത്ത് അവര് എടുത്ത എഫേർട്ടിനെ ഒന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ ഇതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലെത്തും. മാത്രമല്ല ഒരു റേപ്പ് എന്ന് പറയുന്ന സീൻ ആൾക്കാർക്ക് പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് അത് കാണിച്ചുകൂടാ? ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളെ പ്രായമായ അമ്മച്ചിമാരെ ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടു. 60 വയസ്സുള്ള ഒരാളെ 80 വയസ്സുള്ള ഒരു അമ്മേനെ റേപ്പ് ചെയ്തു. അത്തരത്തിൽ ചെയ്യാമെങ്കിൽ പിന്നെ അത് എന്തുകൊണ്ട് സിനിമയിൽ കാണിച്ചുകൂടാ? അത് സിനിമയിൽ കാണിക്കാൻ നേരത്തെ ആൾക്കാർക്ക് അതിന്റെ തീവ്രത മനസ്സിലാവുള്ളൂ, എന്താണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നുള്ളത് ഒരു പരിധി വരെയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാണിച്ചുകൊണ്ട് അതിനെയൊക്കെ പിടിച്ച് സിനിമയെ പരാജയപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഇരിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഡയലോഗും അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമർശനവുമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു സിനിമയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീക്ഷിക്കാൻ പറ്റും. ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ശരി, ആക്ടേഴ്സിന്റെയോ അഭിനയമാണെങ്കിലും ശരി, ആ സംവിധാനത്തിന്റെ രീതിയാണെങ്കിലും ശരി, സ്ക്രിപ്റ്റ് ആണെങ്കിലും ശരി, പല രീതിയിൽ നമുക്ക് പല താളത്തിൽ അതിനെ വീക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നുമല്ല, ആ സിനിമയിലുള്ള പല കേട്ടറിഞ്ഞിട്ടുള്ള ഒരു രംഗം മാത്രം കാണണം, അതുമായി ബന്ധപ്പെട്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി സിനിമ കാണാൻ പോയി അതിനെ ഇങ്ങനെ വിമർശിക്കുന്ന രീതിയിൽ വരുമ്പോൾ അതിന് എന്താണ് അർത്ഥമാക്കുന്നത്? അല്ലേ, അതിലൊരു സിനിമയെ മുഴുവനായിട്ട് കൊല്ലുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ കൊന്നു കളയുന്നത് പോലെ ഒരു സിനിമയും കൊന്നു കളഞ്ഞു. അങ്ങനെ സിനിമയെ ഇങ്ങനെ നമ്മൾ കൊല്ലും തോറും നമുക്ക് ആസ്വദിക്കാൻ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം, ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം നമ്മുടെ എല്ലാ സ്ട്രെസ്സുകളും മാറ്റിവെച്ച് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവുന്നെന്ന് പറഞ്ഞാൽ സിനിമകൾ കാണുമ്പോഴാണ്. ചിലപ്പോൾ ലേറ്റ് നൈറ്റ് വരെയും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ആൾക്കാർ സിനിമകൾ കാണാറുണ്ട്. അത്തരത്തിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ പോകും. ഇങ്ങനെ വിമർശനങ്ങൾ തന്നെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏത് രീതിക്ക് സിനിമ സംവിധാനം ചെയ്യണം, ഏത് രീതിക്ക് കഥകൾ എഴുതണം, ഏത് രീതിക്ക് അഭിനയിക്കണം എന്നറിയാൻ മേലാതെ പകച്ചു പോകുന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ ഉണ്ടാവാം. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മോഹം ഉള്ളിൽ വെച്ച് സ്വപ്നം കണ്ട് ജീവിക്കുന്ന അനേകം ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലും ലോകമെമ്പാടും ഉണ്ട്. അപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്ന ഒന്നിലേക്ക് കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാടുള്ളപ്പോൾ ഒരുപാട് പേർക്കും അതൊരു നിരാശ പോലെ, അല്ലെങ്കിൽ മനസ്സിന് അതൊരു വിഷമം പോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള സിനിമകളെ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ വിമർശിച്ച് ആ സിനിമയെ തന്നെ ഇല്ലാതാക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊരു വേദന തന്നെയാണ് എല്ലാ തരത്തിലും. അപ്പോൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ ഒരു മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് എന്നുള്ളൊരു സംവിധായകൻ മലയാള സിനിമയെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പൊ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമയോളം എനിക്ക് തോന്നുന്നു സംവിധാനത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു താല്പര്യം അത് വലിയ രീതിക്ക് അദ്ദേഹം തയ്യാറെടുപ്പുകൾ നടത്തി ആ സിനിമയെ സംവിധാനം ചെയ്തിരിക്കുന്നത്. പണ്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാലും അറിയാം, അഭിനേതാക്കൾ കൂടുതൽ സംവിധാനം എന്നുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യത്തെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു സംവിധായകൻ തന്നെയാണ് പൃഥ്വിരാജ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. പക്ഷെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴും അദ്ദേഹം തളർന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു സൈഡ്. അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമില്ല. അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മല്ലികാ സുകുമാരൻ ഇപ്പോൾ കുറിപ്പ് ഇട്ടിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ മകൻ അങ്ങനെ ആരെയും ചതിക്കുന്ന ഒരാളല്ല. കാരണം പല ആളുകളും മോഹൻലാലിനെയും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെയും പൃഥ്വിരാജ് ചതിച്ചതാണെന്നുള്ള രീതിക്ക്, അതായത് പ്രിവ്യൂ കാണിക്കാതെ അത് സിനിമ അങ്ങനെയാണ് മുന്നോട്ട് പോയെന്നുള്ള രീതിക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു രീതിയിലും മല്ലികാ സുകുമാരൻ പറയുന്നത് എൻ്റെ മകൻ അങ്ങനെ ചതിക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിക്കാണ്. അതിപ്പോൾ ജനങ്ങൾക്കാണെങ്കിലും മനസ്സിലാവും പൃഥ്വിരാജ് എന്നുള്ള ഒരു സംവിധായകനോ നടനോ എത്രത്തോളം ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന്. കാരണം അത്തരത്തിലുള്ള ഒരാൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു അദ്ദേഹം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. ഒരു ഹൈപ്പും തൻ്റെതായ രീതിയിൽ പൃഥ്വിരാജ് കൊടുത്തിട്ടില്ല, എവിടെയും കൊടുത്തിട്ടില്ല. ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ സിനിമ ഇത്രത്തോളം വിജയിക്കും, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി സ്വമേധയാ ഉയർന്നു വന്നൊരു ഹൈപ്പാണ് ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ സിനിമ ഇറങ്ങിയപ്പോൾ, അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ നല്ല വിജയമായിരിക്കും എന്നുള്ളൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് എങ്ങും ടിക്കറ്റ് ഇല്ലാത്ത രീതിക്ക് ഫില്ലായിട്ട് കിടക്കുകയായിരുന്നു. അത് തന്നെ ആ സിനിമയുടെ ഒരു വലിയ വിജയമായിട്ട് കാണാം. പിന്നെ മാത്രമല്ല ഇത്തരത്തിലൊരു വിമർശനം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു പോയി കണ്ട ഒരു സാധാരണയായിട്ടുള്ള ഒരു സഹൃദയൻ എന്നുള്ള രീതിക്ക് ഒരു ഓഡിയൻസും അതിനെ ഒരു വിമർശിച്ചുകൊണ്ട് വന്നിട്ടില്ല.
പിന്നെ പാർട്ടി എന്ന് പറയുന്നത് അത്രയ്ക്കും രക്തത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നും. പക്ഷെ നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കാതെ സിനിമയെ സിനിമയായിട്ടും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും എടുക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഹിന്ദുത്വത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പല മതങ്ങളുടെ പേരിലോ ഒരു സിനിമ, അതായത് എല്ലാവർക്കും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിന്റെ പേരിലൊന്നും ഒരു സിനിമയെ ഇല്ലാതാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എമ്പുരാൻ ഇപ്പോൾ 3 മിനിറ്റോളം ദൈർഘ്യമുള്ള വിഷ്വൽ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാണാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളിലൊരു എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു ഇതുണ്ട്. അത് മാത്രമല്ല അതിന്റെ പേരിൽ ഇനി ഒരു തിക്കും തിരക്കും വരാൻ ചാൻസ് ഉണ്ട്. അത് മുമ്പ് പോയി കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനായിരുന്നു ഇത്തരത്തിലൊരു ഇത്, അങ്ങനെ ഒരു സിനിമയെ കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് എല്ലാവരും പറയുക. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെ ഇത്രത്തോളം എഫേർട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായി ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ സംഘത്തിൻ്റെയോ പേരിൽ ഒരു സിനിമയെ ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനമല്ലല്ലോ. അപ്പോൾ എന്തായാലും സംഭവിച്ച കാര്യത്തിനെ ഒരുപാട് ഇപ്പോൾ പഴശ്ശിരാജയുടെ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഴയ ഹിസ്റ്ററി തന്നെയാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അത്തരത്തിലൊരു കലാപം നടന്നത് ജസ്റ്റ് അതിൽ പോകുന്നു. അതൊരു സിനിമയുടെ ഭാഗമായിട്ട് കണ്ടാലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കാണാനുള്ള ഒരു മനസ്സും കൂടെ വേണം. അപ്പൊ രാഷ്ട്രീയക്കാർക്കൊന്നും അങ്ങനെയുള്ള ഒരു മനസ്സില്ലേന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തില് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇതിന്റെ ശരി എന്താണ്. നിങ്ങൾക്കുള്ള പ്രതികരണം ഒരു ആരാധകർ എന്നുള്ള നിലയിലും രാഷ്ട്രീയ പ്രവർത്തകർ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾക്കും പ്രതികരിക്കാം.